എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടയ്ക്കലിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ലാബ് ടെക്നീഷ്യനാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് VHSC MLT അല്ലെങ്കിൽ +2 വിത്ത് സയൻസ്, കൂടാതെ DMLT കോഴ്സ് പാസ്സായിരിക്കണം. വാലിഡ് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഇതാണ് യോഗ്യത വേണ്ടത്. VHSC MLT അല്ലെങ്കിൽ +2 സയൻസ്, കൂടാതെ DMLTയും വാലിഡ് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത വേണ്ടത്. ശമ്പളം ലഭിക്കുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറി 500 രൂപ, SC/ST കാറ്റഗറി 300 രൂപയാണ്. ഇനി അടുത്ത പോസ്റ്റ് ക്ലർക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. ഇനി കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ പ്രൊഫഷൻസി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. വേക്കൻസി 2 ആണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറൽ കാറ്റഗറി 500 രൂപ, SC/ST കാറ്റഗറി 300 രൂപയാണ്. അടുത്ത പോസ്റ്റും ക്ലർക്ക് തന്നെയാണ്. കാറ്റഗറി നമ്പർ വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെ പോസ്റ്റിന് 102 ആയിരുന്നു. 102/2024 ആയിരുന്നു. ഇത് 201/2024 ആണ്. തസ്തികയുടെ പേര് ക്ലർക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട്. 18 മുതൽ 41 വയസ്സ് വരെയാണ്. വേക്കൻസി SC കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ ഈ പോസ്റ്റ് പ്രകാരം. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപയാണ്. അപ്പോൾ മേൽ പറഞ്ഞ് 102/2024 ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ക്ലർക്ക് തസ്തികയിലേക്ക്. 201/2024 ആകുമ്പോഴത്തേക്കും SC കാറ്റഗറി മാത്രമേ ഉള്ളൂ. അടുത്ത പോസ്റ്റ് LD ടൈപ്പിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്, KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും ഉണ്ടായിരിക്കണം. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെ. SC കാറ്റഗറിയാണ്. ഒരു വേക്കൻസി. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപ. അടുത്ത പോസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ശമ്പളം ലഭിക്കുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെ. വേക്കൻസി SC കാറ്റഗറി 1 ആണ്. ആപ്ലിക്കേഷൻ ഫീസ് 300 രൂപ. അടുത്ത പോസ്റ്റ് LD ടൈപ്പിസ്റ്റ് തന്നെയാണ്. കാറ്റഗറി നമ്പർ 301/2024. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്, KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. വേക്കൻസി 1 ആണ്. റിസർവ്ഡ് ഫോർ PH കാറ്റഗറിയാണ്. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാറ്റഗറി 500 രൂപ, SC/ST കാറ്റഗറി 300 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലി വരുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് cmd.kerala.gov.in ആണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 വൈകുന്നേരം 5 മണി വരെയാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം.
ഫോട്ടോ 6 മാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സിഗ്നേച്ചറും ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് JPEG ഫോർമാറ്റിലാണ്. സൈസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് <200 KB ആണ് വരേണ്ടത്. സിഗ്നേച്ചർ ആണെങ്കിൽ <50 KB ആണ് വരേണ്ടത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റ് കൂടാതെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ടൊരു ഇമെയിൽ ID യും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 ആണ്, മറക്കണ്ട. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. ജോലി വരുന്നത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി, കോട്ടയ്ക്കൽ, മലപ്പുറം ആണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ജനുവരി 31 വരെയാണ്. ജനുവരി 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.